എൻ്റെ മാഷേ, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് പറയുക, ഈ ലോകത്ത് കുറ്റം ചെയ്ത ആരും അത് സമ്മതിച്ചു തരാറില്ല. അതുകൊണ്ട് മാഷ് വന്ന വഴി തന്നെ തിരിച്ചു വിട്ടു. ഇത് കേസ് വേറെയാണ്. സബാൻ മുന്നോട്ടാഞ്ഞുയിരുന്നു കൊണ്ട് കൈമൾ മാഷിനെ നോക്കി. മാഷൊന്ന് ചിരിച്ചു. നീ വലിയ പോലീസുകാരനൊക്കെ തന്നെയായിരിക്കും സബാനെ. പക്ഷേ നീ നേരത്തെ പറഞ്ഞ കാര്യം എനിക്കങ്ങോട്ട് അംഗീകരിച്ചു തരാനാവില്ല. മാഷ് സബാനെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ മുഖത്ത് അനിഷ്ടം പ്രകടമായി തന്നെ കാണുന്നുണ്ട്. പക്ഷേ വിദ്യ പഠിപ്പിച്ചു തന്ന അധ്യാപകനാണ് മുന്നിൽ. അത്രത്തോളം ബഹുമാനിക്കുന്ന വ്യക്തി. മുഖം കറുപ്പിച്ചു പോലും മാഷിനോട് ഒന്നും പറയാനാവില്ല സബാന്. അതിൻ്റെ ഒരു അസഹിഷ്ണുത അയാൾക്കുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒരു കുറ്റം ചെയ്തു പോയാൽ അത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ നിൽക്കാതെ ഏറ്റു പറയുന്ന മനുഷ്യർ കൂടി ഈ ലോകത്തുണ്ട് സബാനെ. നീ അറിയാഞ്ഞിട്ടാ. മാഷ് പറഞ്ഞത് കേട്ടിട്ട് സബാൻ ഒരു പുച്ഛത്തോടെ അയാളെ നോക്കി. മാഷിനി എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പെൺകുട്ടി കണ്ണു തുറന്ന് സത്യം പറയുന്നത് വരെയും കിരൺ വർമ്മയാണ് ഞങ്ങൾക്ക് മുന്നിലെ പ്രതി. അയാൾ അറുത്തുമുറിച്ചു പറഞ്ഞു. അവനത് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞാൽ നിങ്ങളീ ചെയ്യുന്ന പ്രഹസനം വെറുതെ ആവില്ലേ? അവനുണ്ടായ മാനനഷ്ടത്തിന് നിങ്ങൾ സമാധാനം പറയോ? ഇപ്പോൾ അകത്ത് കിടന്ന് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവൻ്റെ മാനസികാവസ്ഥ, അതിനെക്കുറിച്ച് നിങ്ങൾ മനഃപൂർവ്വം മറന്നു കളയുകയല്ലേ? അത് അനീതിയല്ലേ? അനീതിക്കെതിരെ ശബ്ദമുയർത്താനല്ലേ സബാനെ നിനക്കൊക്കെ ഈ പോലീസ് യൂണിഫോം? കൈമൾ മാഷി അയാളെ പുച്ഛത്തോടെ നോക്കി. ഹോസ്പിറ്റലിൽ നിന്നും കണ്ണനെ കൂട്ടിക്കൊണ്ടു വന്നതിന് പുറകെ ഹരി കൈമൾ മാഷിനെ വിളിച്ചിട്ട് എല്ലാം അറിയിച്ചിരുന്നു. അയാൾ നല്ലൊരു വക്കീലിനെയും കൊണ്ട് സ്റ്റേഷനിലെത്തി. കണ്ണനെ കാണാൻ പോലും സബാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു മാഷിന്. അത്രത്തോളം പിടിമുറുക്കിയാണ് സബാൻ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പഠിപ്പിച്ച അധ്യാപകൻ എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അയാൾ ഇത്തിരി മാന്യത കാണിച്ചു. വെറുതെ സംസാരിച്ച് നമ്മൾ തമ്മിലൊരു മുഷിപ്പ് തോന്നേണ്ട മാഷേ. പറഞ്ഞല്ലോ ഞാൻ, എനിക്കിതിൽ ഒന്നും ചെയ്യാനാവില്ല. മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട് കിരൺ വർമ്മയ്ക്ക് വേണ്ടി. പക്ഷേ സത്യസന്ധമായി തന്നെ ഞാൻ ഈ കേസ് അന്വേഷണം നടത്തും. ഇനി കിരൺ വർമ്മയല്ല പ്രതിയെങ്കിൽ അത് ചെയ്തവർക്കുള്ള ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യും. മാഷ് ധൈര്യമായിട്ട് പോയിക്കോ. സബാൻ പറഞ്ഞത് കേട്ട് മാഷൊന്ന് ചിരിച്ചു. ചുരുക്കത്തിൽ നിങ്ങൾ പ്രതിയെ പിടിക്കും വരെയും ആ ചെക്കൻ ഒരു ഡമ്മി ആവണമെന്ന്. അതിനിടയിൽ അവനും അവൻ്റെ ഭാവിയും ഫീലിങ്സുമെല്ലാം വെറും വട്ടപൂജ്യം. കൊള്ളാം, നല്ല അന്തസ്സുള്ള നിയമം, മാഷ് പുച്ഛത്തോടെ പറഞ്ഞു. ഞാനുണ്ടാക്കിയതല്ല മാഷേ ഈ നിയമം. സബാനും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ആരുണ്ടാക്കിയതാണേലും പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് മാഷ് എഴുന്നേറ്റു. സത്യം മൂടിവെക്കാനൊന്നും പറ്റില്ല സബാനെ. അത് മറനീക്കി പുറത്തു വരും സബാനെ. തിരിഞ്ഞു നടക്കും മുൻപ് മാഷ് പറഞ്ഞു. വരും മാഷേ, ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് വലിച്ചുകൊണ്ട് വരാനാണ് ഞങ്ങളെപ്പോലെയുള്ളവർ. പിന്നിൽ നിന്നും സബാൻ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടും മാഷ് തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ നിന്നത് കൊണ്ടിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഹരിയുടെ നമ്പറിൽ വിളിച്ചുകൊണ്ട് അയാൾ സ്കൂട്ടറിന് നേരെ നടന്നു. ഇനി എന്തു ചെയ്യും ഹരി? ആദി വേവലാതിയോടെ ഹരിയെ നോക്കി. എനിക്കറിയില്ല ആദി. ഹരിയും തകർച്ചയോടെ കൈകൾ കൊണ്ട് തല താങ്ങി ആ കസേരയിൽ തന്നെ തളർന്നിരുന്നു. ICUവിന് മുന്നിൽ തന്നെയാണ് ഇപ്പോഴും. സിദ്ധു കൂടി വന്നു ചേർന്നിട്ടുണ്ട്. യാതൊരു കാരണവശാലും അവിടുന്ന് മാറരുതെന്നും അകത്തേക്ക് പരിചിതമല്ലാത്ത ആരെയും കടത്തിവിടരുതെന്നും കണ്ണൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചതാണ്. കാർത്തികും ജിതിനും രവിയും കൂടി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. വിവരങ്ങൾ അറിയാനാണെന്നാണ് പറഞ്ഞത്. ആദ്യമെല്ലാം വിവരിച്ചു കൊടുത്തിട്ടും അത് പോരാതെ ഡോക്ടറെ കൂടി കാണാൻ പോയവർക്കൊപ്പം ഹരി ആദിയെ കൂടി തള്ളിവിട്ടു. രവി വന്നതുപോലെ തിരിച്ചു പോയെങ്കിലും കാർത്തികും ജിതിനും അവിടെ നിന്നുകൊള്ളാം, നിങ്ങളിനി വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഹരിയുടെ അടുത്തേക്ക് വന്നു. ഓടിപ്പിഴഞ്ഞു പോകുന്നില്ല. ഏതായാലും കൊണ്ടുവന്നത് ഞങ്ങളല്ലേ. റിമി മറിയ കണ്ണ് തുറക്കട്ടെ, എന്നിട്ടേ ഇനി പോകുന്നുള്ളൂ. ഹരിയുടെ വാക്കുകളിലെ കടുപ്പം കണ്ടിട്ടാകും പിന്നെയൊന്നും പറയാതെ കുറച്ചു മാറിയുള്ള കസേരയിൽ രണ്ടും പോയി ഇരുന്നു. മുഖം ഒരു കൊട്ട പോലെ വീർപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഹരിയെ നോക്കുന്നുണ്ട്. പക്ഷേ അവനെ അതൊന്നും ഏൽക്കുന്നില്ല. കണ്ണൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അവനൊരു രൂപവുമില്ല. ശ്രീനിലയത്തിലെ ഒട്ടുമിക്ക പേരും അവനെതിരെ മൊഴി കൊടുത്തുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയൊരു ഇമോഷന്റെ പുറത്ത് അവൻ പറഞ്ഞു പോയ വാക്കുകളുടെ ചക്രവ്യൂഹത്തിൽ നിന്നും ഇനിയെങ്ങനെ അവനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാതെ എത്ര ആലോചിച്ചു നോക്കിയിട്ടും അവനൊരു ഐഡിയ കിട്ടുന്നില്ല.
എല്ലാത്തിനും ഒരു വ്യക്തത കിട്ടണമെങ്കിൽ റിമി കണ്ണു തുറന്നേ മതിയാകൂ. അതിനെടുക്കുന്ന സമയം വൈകുന്തോറും കണ്ണൻ്റെ കാര്യം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നത് ഉറപ്പാണ്. ഹരി അസ്വസ്ഥതയോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നെറ്റിയിൽ തടവി. 2ാം പ്രാവശ്യം സീത വിളിച്ചതും കട്ട് ചെയ്തു. കണ്ണനെ കൊണ്ടുപോയതോടെ നിലവിട്ട് കരഞ്ഞു തൂങ്ങി അവളെ അർജുനെ വിളിച്ചു വരുത്തി അവനൊപ്പം വിടുകയാണ് ചെയ്തത്. കരഞ്ഞു വിളിക്കുന്നവളോട് പറയാൻ വ്യക്തമായൊരു ഉത്തരമില്ലെന്നത് തന്നെയാണ് കാരണം. ധൃതിയിൽ ആരോ ഓടിപ്പിഴഞ്ഞു വരുന്നത് കണ്ടിട്ടാണ് ഹരി സംശയത്തോടെ എഴുന്നേറ്റത്. പ്രൗഢമാണെങ്കിലും അയാളുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നതത്രയും അസഹനീയമായ വേദനയാണെന്ന് ഹരി തിരിച്ചറിഞ്ഞു. എൻ്റെ മോള്. കിതപ്പോടെ ജോൺ വന്നു നിന്നത് ഹരിക്ക് മുന്നിലാണ്. അയാളിലെ അച്ഛന് നേരെ ഹരി അലിവോടെ നോക്കി. വിറയ്ക്കുന്ന അവൻ്റെ വിരൽ ഐസ്യുവിന് നേരെ നീണ്ടു. ഇനി ഉണ്ടാകുന്ന ചോദ്യങ്ങൾ എങ്ങനെ നേരിടുമെന്നോർത്ത് ഹരി പതറിപ്പോയി. ചുളിഞ്ഞ ആ മുഖത്തും കണ്ണിലും അനേകം സംശയങ്ങൾ വിരിയുന്നത് ഹരി ആകുലതയോടെ നോക്കി. ചെറിയൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് ജോൺ ഹരിക്ക് നേരെ തുറിച്ചു നോക്കി. ചെറുതെന്ന് പറഞ്ഞിട്ട് ഇത്ര പിടഞ്ഞു വന്നെങ്കിൽ ആ മോൾക്ക് സംഭവിച്ചതും ഇപ്പോഴുള്ള അവളുടെ അവസ്ഥയും ആ അച്ഛനെ എത്രത്തോളം തകർത്ത് കളയുമെന്ന് വെറുതെ ഓർത്തു നോക്കിയപ്പോൾ ഹരിക്ക് പോലും ശ്വാസം മുട്ടി. ആദിയെയും സിദ്ധുവിൻ്റെയും അവസ്ഥ അതുതന്നെയായിരുന്നു. സംശയത്തോടെ കാർത്തിക് കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ജോണിൻ്റെ അടുത്തേക്ക് ചെന്നു. റിമിയുടെ ഡാഡിയാണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജോൺ അതേന്ന് തലയാട്ടി കാണിച്ചു. അങ്കിൾ വാ. ഹരിയെ നോക്കി ഒരു ഗൂഢമായ ചിരിയോടെ കാർത്തിക് ജോണിൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് നടന്നുപോയി. ഹരി ആദിയെയും സിദ്ധുവിനെയും നോക്കി. കാര്യങ്ങൾ വിചാരിച്ചതിനേക്കാളും കൈവിട്ടു പോകുകയാണെന്ന് തോന്നി അവർക്ക്. കാർത്തിക് ജോണിനോട് കാര്യമായി എന്തോ പറയുന്നുണ്ട്. ഹരി അങ്ങേയറ്റം ടെൻഷനോടെ അത് നോക്കി നിന്നു. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിനൊരു അഗ്നിപർവ്വതമാണ് ജോണെന്ന് ഹരിക്ക് തോന്നി. കാർത്തിക് പറയുന്നതിനിടയ്ക്ക് തന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് ഹരി ശ്രദ്ധിച്ചു. ഒടുവിൽ തകർച്ചയോടെ ജോൺ ചുവരിലേക്ക് ചായുന്നതും കാർത്തിക് കൗശലത്തോടെ അയാളെ ചേർത്ത് പിടിക്കുന്നതും ഹൃദയമിടിപ്പോടെ ഹരി നോക്കിയിരുന്നു. അകവും പുറവും ഒരുപോലെ വെന്തുനീറിക്കൊണ്ട് കണ്ണന വെറും നിലത്ത് തളർന്നിരുന്നു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുകയാണോ? പുറം ലോകം ഇനി കാണാൻ കൂടി കഴിയാത്ത വിധം താനിവിടെ ലോക്കായി പോവുകയാണോ? ബന്ധങ്ങളെന്ന് പറയുന്നവർക്ക് ശിക്ഷിക്കാനാണ് കൂടുതൽ ആവേശം. ഇതിനോടകം തന്നെ അതിനായി അവരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെയും അവർ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഹോസ്പിറ്റലിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോരുമ്പോൾ അവജ്ഞതയോടെയുള്ള ഓരോ നോട്ടത്തിലും ചൂളി ചുരുങ്ങിപ്പോയിരുന്നു. മനുഷ്യരങ്ങനെയാണ്. അവർക്ക് ഇഷ്ടമുള്ളവർ പറയുന്ന ഏതൊരു കല്ലുവെച്ച നുണയും നിറഞ്ഞ മനസ്സോടെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്കിഷ്ടപ്പെടാത്തവരെയും വെറുക്കപ്പെട്ടവരും അവർ പറയുന്നതിന് എത്ര വലിയ സത്യങ്ങളാണെങ്കിൽ പോലും അതിനു നേരെ മുഖം തിരിക്കും. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ആരും തളർന്നു പോകുന്ന സിറ്റുവേഷൻ. തനിക്ക് മേൽ ആരോപിക്കപ്പെട്ട ഈ നുണ കേട്ട് രസിക്കാനുള്ള നല്ലൊരു കഥയാകും. മറ്റൊരാൾ സത്യം പുറത്തു കൊണ്ടുവരും വരെയും കേൾവിക്കാർക്ക് ഇമ്പം പകരാൻ അതങ്ങനെ വർണ്ണക്കുപ്പായമിട്ട് വിലസി നടക്കുകയും ചെയ്യും. തനിക്കൊപ്പം തളർന്നു തൂങ്ങി വിറച്ചു നിൽക്കുന്ന സീതയെ ഓർമ്മ വന്നു അവനപ്പോൾ. ഹൃദയത്തിലേറ്റ മുറിവിൽ നിന്നും രക്തം കിരിഞ്ഞു. അസഹനീയമായ വേദന കൊണ്ട് കണ്ണൻ പിടഞ്ഞു. പാവം, ഇതിനേക്കാൾ ആഴത്തിൽ വേദന കൊണ്ടവൾ പിടയുന്നുണ്ടാകും. അറിയാതെ തന്നെ കണ്ണൻ്റെ മിഴികൾ നിറഞ്ഞു. അവളെയൊന്ന് കാണാൻ അവനുള്ളം തുടിച്ചു. ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അവളുടെ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുങ്ങി ചേരാൻ കൊതിക്കുന്നൊരു കുട്ടിയുടെ മനസ്സായിരുന്നു അവനപ്പോൾ.